ശ്രീ ഷഹബാസ് അമൻ. ഗാനങ്ങൾ സുന്ദരനായവനെ, ഹലാൽ ലവ് സ്റ്റോറി, ആകാശമായവളെ, വെള്ളം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച പിന്നണി ഗായിക നിത്യ മാമൻ. ചിത്രം സൂഫിയും സുജാതയും. ഗാനം വാതുക്കൽ വെള്ളരിപ്രാവ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സംഗീത സംവിധായകൻ, പശ്ചാത്തല സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം സൂഫിയും സുജാതയും. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സംഗീത സംവിധായകൻ, ഗാനങ്ങൾ ശ്രീ എം ജയചന്ദ്രൻ. ചിത്രം സൂഫിയും സുജാതയും. ഗാനം വാതുക്കൽ വെള്ളരിപ്രാവ്. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ഗാന രചയിതാവ് അൻവർ അലി. ഗാനങ്ങൾ സ്മരണകൾ കാടായി, ഭൂമിയിലെ മനോഹര സ്വകാര്യം ചിത്രം. 2 തീരമേ തീരമേ മാലിക് ചിത്രം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ. ഈ വിഭാഗത്തിൽ അവാർഡിന് അർഹതയുള്ള യോഗ്യമായ എൻട്രികൾ ഇല്ലായിരുന്നുവെന്നാണ് ജൂറിയുടെ വിലയിരുത്തൽ. മികച്ച തിരക്കഥാകൃത്ത് ജിയോ ബേബി. ചിത്രം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ഛായാഗ്രാഹകൻ ചന്ദ്രു സെൽവരാജ്. ചിത്രം കയറ്റം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച കഥാകൃത്ത് സെന്ന ഹെഗ്ഡെ. ചിത്രം തിങ്കളാഴ്ച നിശ്ചയം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ബാലതാരം ആൺ നിരഞ്ജൻ എസ്. ചിത്രം കാസീമിൻ്റെ കടൽ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ബാലതാരം പെൺ അരവ്യ ശർമ്മ ബാർബി. ചിത്രം പ്യാലി. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സ്വഭാവ നടി ശ്രീരേഖ. ചിത്രം വെയിൽ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സ്വഭാവ നടൻ സുധീഷ്. 2 ചിത്രമാണ്. എന്നിവർ 2 ഭൂമിയിലെ മനോഹര സ്വകാര്യം. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച കുട്ടികളുടെ ചിത്രം ബൊണാമി. നിർമ്മാതാവ് സിൻസീർ. സംവിധായകൻ ടോണി സുകുമാർ. നിർമ്മാതാവിന് 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകന് 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് ചിത്രം അയ്യപ്പനും കോശി. നിർമ്മാതാവ് ഗോൾഡ് കോയിൻ മോഷൻ പിക്ചർ കമ്പനി. സംവിധായകൻ സച്ചിദാനന്ദൻ KR. നിർമ്മാതാവിന് 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകൻ 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നവാഗത സംവിധായകൻ ശ്രീ മുഹമ്മദ് മുസ്തഫ TT. ചിത്രം കപ്പേള. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും. മികച്ച രണ്ടാമത്തെ ചിത്രം തിങ്കളാഴ്ച നിശ്ചയം. സംവിധായകൻ സെന്ന ഹെഗ്ഡെ. നിർമ്മാതാവ് പുഷ്കര മല്ലികാർജുനയ്യ. നിർമ്മാതാവിന് 1,50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകന് 1,50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നടൻ ശ്രീ ജയസൂര്യ. ചിത്രം വെള്ളം ഇത് എസൻഷ്യൽ ഡ്രിങ്ക്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നടി അന്ന ബെൻ. ചിത്രം കപ്പേള. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച സംവിധായകൻ ശ്രീ സിദ്ധാർത്ഥ ശിവ.
ചിത്രം എന്നിവർ 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച ചിത്രം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, സംവിധായകൻ ജിയോ ബേബി, നിർമ്മാതാക്കൾ ജോമോൻ ജേക്കബ്, സജിനസ് രാജ്, വിഷ്ണു രാജൻ, ഡിജോ അഗസ്റ്റിൻ. നിർമ്മാതാക്കൾക്ക് 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും, സംവിധായകന് 2 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഇതുകൂടാതെ 3 അവാർഡുകൾ പ്രത്യേക ജൂറി നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊന്ന് അഭിനയത്തിനാണ്. സിജി പ്രദീപ്, ചിത്രം ഭാരതപ്പുഴ, 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. 2 സ്ത്രീ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവാർഡ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ആദിവാസി മേഖലയിലെ ഗോത്രവർഗ സംസ്കൃതിയുടെ തനിമയും ജൈവികതയും അനുഭവിക്കുന്ന കളക്കാത്ത സന്തനമേറം എന്ന ഗാനം, അതിൻ്റെ ഓർമ്മകളിലൂടെ ആലാപനത്തിന് മികവിന് നാഞ്ചിയമ്മ പ്രത്യേകമായ അവാർഡിന് ജേതാവാണ്. അവർക്ക് അവരുടെ ചിത്രം അയ്യപ്പനും കോശി, ആ ഒരു അവാർഡിന് വളരെ പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാം. പ്രത്യേക ജൂറി പരാമർശം വന്നിട്ട് വസ്ത്രാലങ്കാരം, ഇതും പ്രത്യേകതയുള്ള ഒരു അവാർഡാണ്. നളിനി ജമീല, ചിത്രം ഭാരതപ്പുഴ. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നും സിനിമയുടെ സർഗാത്മക മേഖലയിലേക്ക് കടന്നു വരാനുള്ള പ്രയത്നത്തിനുള്ള അംഗീകാരം എന്ന നിലയിൽ നളിനി ജമീലയുടെ സാന്നിധ്യത്തെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ കടന്നുവരവിനെ ജൂറി പ്രത്യേകം പരാമർശിക്കുന്നു. ഇതാണ് പ്രധാനമായും അവാർഡിന് ലഭിച്ചിട്ടുള്ള ആളുകളെ പറ്റി പറയാനുള്ളത്. ഈ അവാർഡ് സമിതിയെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 51ാമത് ഫിലിം അവാർഡാണ് ഇവിടെ ഞാനിപ്പോൾ പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടാമത് ഒരു വനിത ജൂറി ചെയർപേഴ്സണായി വരുന്ന ഒരു സെലക്ഷനാണ്, കമ്മിറ്റിയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 51 വർഷത്തിനിടയിൽ 2 ആളുകൾക്ക് മാത്രമാണ് ജൂറി ചെയർപേഴ്സണായി അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ഫിലിം അക്കാദമി, നമ്മുടെ ചലച്ചിത്ര അക്കാദമി ഇത്തരത്തിൽ ഒരു ഗവൺമെൻറ് ഇത്തരം ഒരു ഡിസിഷനിലേക്ക് പോകുമ്പോൾ വളരെ നല്ല നിലയിൽ ഇത് കൈകാര്യം ചെയ്യാൻ കരുത്തുള്ള ഒരു വ്യക്തിത്വത്തെ തന്നെ അവർ കണ്ടുപിടിച്ചു. മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും മഹത്തായ സംഭാവന നൽകിയ ശ്രീമതി സുഹാസിനി മണിരത്നം ഇതിൻ്റെ ജൂറി ചെയർപേഴ്സണായെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള കാര്യം. അത് പ്രത്യേകം ഞാൻ പറയുന്നു. ഈ പ്രത്യേകമായ അവാർഡ് കൊടുക്കുന്ന ഭാഗമായിട്ട് ഞാനിവിടെ പറഞ്ഞതുപോലെ 2 അവാർഡുകൾ, ആ 2 അവാർഡുകളുടെ ഒരു പ്രത്യേകത, സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന. ഈ അവാർഡിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ എടുക്കുമ്പോഴും പ്രത്യേക അവാർഡ് ജൂറി നിശ്ചയിക്കുമ്പോഴും സ്ത്രീകൾക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയും, അതിന് കഴിവുറ്റ സ്ത്രീകളുണ്ട് എന്ന് തെളിയിക്കുന്ന അവാർഡുകളാണ് പ്രത്യേകമായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്ത്രീ മുന്നേറ്റം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നുള്ള സന്ദേശം കൂടി ഈ അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കാണുന്നു. വളരെ നല്ല നിലയിൽ കുറേ ദിവസങ്ങളായി ഇവിടെ പ്രാഥമികമായ വിധിനിർണ്ണയ സമിതി ശ്രീ പി ശേഷാദ്രി ജൂറി ചെയർമാനായ കമ്മിറ്റിയും, പ്രാഥമികമായ 2ാം വിധിനിർണ്ണയ സബ് കമ്മിറ്റി ശ്രീ ഭദ്രൻ ജൂറി ചെയർമാനുള്ള കമ്മിറ്റിയും, ശ്രീ പി കെ രാജശേഖരൻ രചനാ വിഭാഗത്തിൽ ജൂറി ചെയർമാനായ കമ്മിറ്റിയും, ശ്രീമതി സുഹാസിനി മണിരത്നം ചെയർപേഴ്സണായ അന്തിമ വിധിനിർണ്ണയ സമിതിയും വളരെയേറെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഏറ്റെടുത്ത് അർഹതപ്പെട്ടവർക്കെല്ലാം ഈ അവാർഡ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി അവതരിപ്പിക്കുകയാണ്. എനിക്കാണോ ഇത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇംഗ്ലീഷിൽ പറയട്ടെ, ഇറ്റ് വിൽ ബി ബെറ്റർ.
COVID has been a very testing time for human beings, especially for performers, because they were the most affected, because all the theaters are closed, all the auditoriums are closed, and people cannot do music concerts, they cannot do dance and things like that. So the technicians have suffered so much. At that time, when you know, announce awards like this, because I don't think it is done in other states, because everything has come to a standstill. The Kerala stands as an example of going ahead with life, even though nature has been playing havoc with all of us, and the pandemic has been playing havoc. So we have to appreciate the effort of actually organizing the awards and actually presenting it, which will be a great boon and a bonus, and you know, something that will really encourage the artists in Kerala. And about your question, the quality of the films are very good. Only when there is a calamity, artists think differently. When life is very peaceful, I think there are no stories. Wherever there was revolution is where art came from. So I think COVID also is like that. It is, you know, kind of brought in different emotions in people, that they are creative and they've come out with films. So let us not blame COVID. But yes, production would have been very difficult. But number of films were 80. So I think life goes on, COVID or not, creative minds will go on. അതൊരു യുനാനിമസ് ഡിസിഷൻ ആയിരുന്നു. അതിൽ ദർ വെർ നോ ആർഗ്യുമെൻറ്റ്സ് അറ്റ് ഓൾ. ഹാവിങ് സെഡ് ദാറ്റ്, ജൂറി ഡെലിബറേഷൻസ് നടന്നത് ഏകദേശം 6 hours അല്ലേ, ഓർ 8 hours. വി സ്റ്റാർട്ടഡ് അറ്റ് 9 o'clock in the morning, ആൻഡ് ബൈ ദ ടൈം ദ ലിസ്റ്റ് വാസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് 5:30 in the evening. So അത്ര ഡിസ്കഷൻസ് ഇറ്റ് വെൻറ്റ് ഓൺ ടു ഗെറ്റ് എ യുനാനിമസ് ഡിസിഷൻ. സോ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ദർ ഇസ് എ സ്പെഷ്യാലിറ്റി. ഈ ജൂറി ചെയർപേഴ്സൺ ഒരു ലേഡി ആയതും, സെയിം ടൈം സ്പെഷ്യൽ അവാർഡ്സ് 2 ലേഡീസ്ക്ക് കിട്ടിയതും. The best film is also insisting, and the second film is also insisting of democracy for women in the society, whether kitchen ആയാലും or outside world ആയാലും, decision to choose your partner, അതിലും ഒരു ഡെമോക്രസി വേണമെന്ന് പറയുന്ന 2 ചിത്രങ്ങളാണ് നമ്പർ 1 and number 2 ആയത്. ഇറ്റ്സ് ജസ്റ്റ് എ കോയിൻസിഡൻസ്. ഇറ്റ്സ് എ കോയിൻസിഡൻസ് ആണ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ദ നീഡ് ഓഫ് ദി അവർ ഓൾസോ. What do you call democracy? Janathipatyam should start at home, alle. So this film insisted on that. So everybody agreed on that. Actress-നും കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. Almost 7 people competed. I think Mr. Murali can answer that. ലേഡീസിൽ 7 പേരുണ്ടായിരുന്നു. ആൻഡ് ആക്ടറിൽ ദർ വർ 3 കോമ്പറ്റീറ്റേഴ്സ്. സോ യുനാനിമസ് ആയി ഡിസൈഡ് ചെയ്തത് ജയസൂര്യയാണ്. She was one of the 7 competitors. She was one of the 7. It's good to have more competition from women, because 7 people have excelled. Again, I want to tell you, jury is a group of people who are trying to say it is not our decision, it is a decision of the people. That is what we have tried. But again, I have to tell you, it is decision of 7 to 10 people only. So you might like one actor, but we all have decided. Also, it doesn't depend on the talent of the actress. It depends on the role that she has done in that particular film, and how the role is relevant to the film media and also to the society. And that way, I think, you know, whatever we get, Anna Ben again, she had no choice to make her own decisions in life. And also, what we thought was Anna Ben portrayed the role of losing your innocence, but learning the reality. Transformation annai cheydu aa kutti. So that is what we liked. Instead of having monotone, one single performance, she had, I'm not saying anybody had monotone performance, ഇതിൽ അവർക്ക് ഒരു അവകാശം ഉണ്ടായിരുന്നു, that to show the transformation from a child or a young girl to an adult learning about reality in life. അത് നന്നായി ചെയ്തു. നമ്മളിപ്പോൾ
അവാർഡുകളെ സംബന്ധിച്ച് മൊത്തം പരിഷ്കരിക്കുന്നതിന് ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ ധാരാളം അവാർഡുകൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മൊത്തത്തിലൊരു ഏകീകരണം വേണം എന്ന് ഞങ്ങൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആലോചിച്ചു. ഒരു റിപ്പോർട്ടിന് വേണ്ടി ചുമതല കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഈ വിട്ടുപോയ കാര്യങ്ങളും ഇതിൻ്റെ സഹായങ്ങൾ, അതായത് ഫണ്ട് പൈസ കൊടുക്കുന്നതിൻ്റെ തുകയെ സംബന്ധിച്ചും ഒക്കെ ഒരു ക്ലാരിറ്റി ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ ഡിസിഷൻ എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി മികച്ച നിലയിലേക്ക് അവാർഡുകളെ മാറ്റുക എന്ന് വെച്ചാൽ കുറയ്ക്കാനല്ല, കുറച്ചുകൂടി മികച്ച നിലയിലേക്ക് അവാർഡുകളെ ഒന്ന് രൂപാന്തരപ്പെടുത്തിയെടുക്കുക, പ്രോത്സാഹനം കൂടുതൽ ആവശ്യമാണെന്ന് തോന്നി. ഈ സിനിമാ രംഗത്ത് മാത്രമല്ല, നമ്മുടെ എല്ലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയ കാര്യം വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്നു ഹാസ്യതാരത്തിനുള്ള അവാർഡ്, ഹാസ്യം. പിന്നീട് ഈ ജൂറി തന്നെ പറഞ്ഞതാണ്, കാരണം അഭിനയത്തിൽ അങ്ങനെ ഹാസ്യം സീരിയസ് എന്നുള്ള വ്യത്യാസം വേണ്ടാന്ന് പറഞ്ഞിട്ട് സർക്കാർ അവാർഡ് നിർത്തിയതാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ട് നിർത്തിയതാണത്. അതുകൊണ്ടാണ് അതില്ലാണ്ടായത്. നമ്മൾ ഡിസംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു സമയം കൂടി ചോദിച്ചിട്ട്, അപ്പോഴത്തേക്ക് കോവിഡ് കൊണ്ടൊന്ന് ഒതുങ്ങണമല്ലോ, നല്ലൊരു പരിപാടിയായിട്ട് നടത്തണമല്ലോ, അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തോട് സമയം ചോദിച്ച് ഡിസംബറാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും കോവിഡിന് ശേഷമുള്ള ഒരു മഹാചടങ്ങായിരിക്കും ഈ അവാർഡ് വിതരണം. ബഹുമാനപ്പെട്ട സുഹാസിനിമാരുടെ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടാവും. അവസാനിപ്പിക്കാറ് വെള്ളപ്പൊക്കം ആയതുകൊണ്ട് നേരത്തെ പിരിയാം. ഓക്കെ. No, I just want to thank Kerala State Chalachitra Academy. This is the only state where they bring juries from outside. No other states are bringing juries for state awards. National award, they select juries from across the India. Where is the Kerala? This is the only state where they bring juries. Myself and Suhasini madam were there. It is happy to see Malayalam cinema. I wish it will go to the next level. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ നമ്മുടെ ജൂറി അംഗങ്ങളെന്ന് വന്നാൽ ഇവിടെ നിന്ന്